T20 ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ മറ്റൊരു കൗതുകം കൂടിയുണ്ടായിരുന്നു. മത്സരത്തിലെ എല്ലാ കണ്ണുകളും ആ മനുഷ്യന്റെ നേരെയായിരുന്നു. സിംബാബ്വെയുടെ വെറ്ററൻ വിക്കറ്റ് കീപ്പർ ആയ ബ്രണ്ടൻ ടൈലർ എന്ന ആ ഒരു മനുഷ്യന് നേരെയായിരുന്നു ആളുകളുടെയൊക്കെയും കണ്ണുകൾ. ആ മത്സരത്തിൽ ബ്രണ്ടൻ ടൈലർ അച്ചീവ് ചെയ്തത് വളരെ അപൂർവമായ ഒരു മൈൽ സ്റ്റോൺ ആണ്. 2007 പ്രഥമ T20 ലോകകപ്പും ഈ T20 ലോകകപ്പും കളിച്ച ഒരൊറ്റ കളിക്കാരനെ ലോക ചരിത്രത്തിലുള്ളൂ. അത് ബ്രണ്ടൻ ടൈലറാണ്. ആദ്യ എഡിഷൻ T20 ലോകകപ്പ് മുതൽ ഈ ലോകകപ്പ് വരെയുള്ള ബ്രണ്ടൻ ടൈലറുടെ കാലം, അത്രയും നീണ്ട 19 വർഷങ്ങൾ. ഒരേ ഒരു ബ്രണ്ടൻ ടൈലർ. 2006 ബ്രണ്ടൻ ടൈലർ ബംഗ്ലാദേശിനെതിരെ തൻ്റെ T20 അരങ്ങേറ്റം കുറിച്ചത്. ഇപ്പോൾ 40-കാരനായ ടൈലർ ഇടയ്ക്ക് 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയും ചെയ്തിരുന്നു. അന്ന് 2015 ലോകകപ്പിലെ ഇന്ത്യക്കെതിരെയുള്ള മത്സരശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ ആ സമയത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് 2017 2 വർഷത്തിനു ശേഷം അദ്ദേഹം വീണ്ടും സിംബാബ്വെ ടീമിലേക്ക് ഈ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് തിരിച്ചെത്തുന്നു. നിലവിൽ നമുക്കറിയാം 1185 റൺസുകൾ 56 T20 ഇന്നിംഗ്സുകളിൽ നിന്നായി ബ്രണ്ടൻ ടൈലർ നേടിയിട്ടുണ്ട്. ഇതിലൊരു സെഞ്ചുറിയും 6 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ഏകദിനത്തിലാവട്ടെ 207 മത്സരങ്ങളിലായി 6704 റൺസാണ് അദ്ദേഹം നേടിയത്. ഇതിൽ 11 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. T20 ലോകകപ്പ് ആദ്യ എഡിഷൻ ബ്രണ്ടൻ ടൈലറെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തതായിരുന്നു. ആ ലോകകപ്പിലെ ആദ്യത്തെ അട്ടിമറി നടത്തിയത് സിംബാബ്വെ ആയിരുന്നു. സാക്ഷാൽ റിക്കി പോണ്ടിങ്ങിന്റെ മൈറ്റി ഓസീസിനെ സിംബാബ്വെ ബ്രണ്ടൻ ടൈലറിന്റെ മികവിൽ അന്ന് മറികടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 50 നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും അന്ന് ബ്രണ്ടൻ ടൈലർ ആ മത്സരത്തിലൂടെ സ്വന്തമാക്കുകയുണ്ടായി. പുറത്താകാതെ ബ്രണ്ടൻ ടൈലർ 60 റൺസ് നേടിയപ്പോൾ 5 വിക്കറ്റിനായിരുന്നു ഓസീസിനെതിരെയുള്ള സിംബാബ്വെയുടെ 2007 T20 ലോകകപ്പിലെ അട്ടിമറി ജയമുണ്ടായത്. ആ സമയത്ത് അതൊരു ചരിത്ര വിജയം തന്നെയായിരുന്നു. സിംബാബ്വെയുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ബ്രണ്ടൻ ടൈലർ. ഒരുപക്ഷെ ആൻഡി ഫ്ലവറിന് ശേഷം സിംബാബ്വെ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ബാറ്റർ കൂടിയാണ് അയാൾ. 2015 മുൻ സിംബാബ്വെ ക്യാപ്റ്റൻ അലിസ്റ്റർ ക്യാമ്പൽ ബ്രണ്ടൻ ടൈലറെ കഴിഞ്ഞ 7-8 വർഷമായി ഞങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. തേർഡ് മാൻ മുകളിലൂടെയുള്ള അപ്പർ കട്ട്, റാം ഷോട്ടുകൾ എന്നിവയൊക്കെ ടൈലറുടെ ട്രേഡ് മാർക്ക് സിഗ്നേച്ചർ ഷോട്ടുകളായിരുന്നു ആ സമയത്ത്. 2011 ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം എൽട്ടൺ ചിഗുംബരയിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റൻസി ചുമതല ഏറ്റെടുത്തതിന് ശേഷം 2015 ICC ക്രിക്കറ്റ് ലോകകപ്പ് വരെ അദ്ദേഹം സിംബാബ്വെയുടെ ഏകദിന നായകൻ കൂടിയായിരുന്നു. തുടർച്ചയായി ഏകദിന സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ സിംബാബ്വെ ബാറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. 2011 ഒക്ടോബറിൽ ന്യൂസിലാൻഡിനെതിരെ ആ 2 സെഞ്ചുറികൾ നേടിയപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2015 ICC ക്രിക്കറ്റ് ലോകകപ്പിൽ അദ്ദേഹം വീണ്ടും ഈ നേട്ടം, അതായത് തുടർച്ചയായി 2 ഏകദിന ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുക എന്ന നേട്ടം ആവർത്തിക്കുകയും ചെയ്തു. 2015 ICC ക്രിക്കറ്റ് ലോകകപ്പിൽ അദ്ദേഹം നേടിയത് 433 റൺസാണ്. അതായത് ഏതൊരു ലോകകപ്പിലും ഒരു സിംബാബ്വെ താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഒരു എഡിഷനിൽ ലോകകപ്പിലെ റൺസ് എന്ന നിലയിൽ അതൊരു റെക്കോർഡായിരുന്നു ആ സമയത്ത്. ഏകദിനങ്ങളിൽ അദ്ദേഹം നേടിയ 11 സെഞ്ചുറികൾ ഒരു സിംബാബ്വെ താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ എന്ന റെക്കോർഡ് കൂടിയാണ്. 2018 നവംബറിൽ ഒരു ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടുന്ന സിംബാബ്വെയുടെ ആദ്യ ബാറ്റ്സ്മാനായും ടൈലർ മാറുകയുണ്ടായി. 2020 ഒക്ടോബറിൽ പാകിസ്ഥാനെതിരായ ആദ്യ ഏകദിനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈലർ തൻ്റെ 17ാമത്തെ സെഞ്ചുറി കുറിച്ചു. അതിനൊപ്പം 3 ഫോർമാറ്റുകളിലും സിംബാബ്വെക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഈ നേട്ടങ്ങളെല്ലാം കാരണം ആധുനിക സിംബാബ്വെയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി ടൈലർ ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. 2021 സെപ്റ്റംബറിൽ അയർലൻഡിനെതിരായ സിംബാബ്വെയുടെ 3ാം ഏകദിന മത്സരത്തിന് മുന്നോടിയായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 2022 ബ്രണ്ടൻ ടൈലർക്ക് 3.5 വർഷത്തെ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICC രംഗത്തെത്തുകയുണ്ടായി. വാതുവെപ്പുകാർ സമീപിച്ചത് ICCയെ അറിയിക്കാൻ വൈകിയതിനെ തുടർന്നായിരുന്നു അന്ന് ബ്രണ്ടൻ ടൈലർക്കെതിരെ നടപടിയെടുത്തത്. 2025 ജൂലൈ 8 വരെയായിരുന്നു ആ വിലക്കുണ്ടായിരുന്നത്. ICCയുടെ അഴിമതി വിരുദ്ധ ചട്ടത്തിന്റെ ലംഘനം ടൈലർ സമ്മതിച്ചിട്ടുണ്ടെന്നും ICC ഉത്തേജക വിരുദ്ധ ചട്ടത്തിന്റെ ലംഘനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ICC ആ സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. അതിനും ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം ബ്രണ്ടൻ ടൈലർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. 2019 ഒക്ടോബറിൽ സിംബാബ്വെയിൽ ഒരു 2020 ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ വ്യവസായി തന്നെ സമീപിച്ചുവെന്നും തനിക്ക് $15,000 ഓഫർ ചെയ്തെന്നുമായിരുന്നു അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ ആ സമയത്ത് വെളിപ്പെടുത്തിയത്. തുടർന്ന് അയാളുമായി ഒന്നിച്ച് മദ്യപിച്ചുവെന്നും കൊക്കൈൻ ഓഫർ ചെയ്തപ്പോൾ
അത് ഉപയോഗിച്ചുവെന്നും ടൈലർ അന്ന് തുറന്നു പറയുകയുണ്ടായി. അടുത്ത ദിവസം ഇതേ ആളുകൾ വന്ന് താൻ കൊക്കൈൻ ഉപയോഗിക്കുന്ന വീഡിയോ കാണിച്ച് ഒത്തുകളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ വീഡിയോ പുറത്തുവിടുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ടൈലർ അന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് $15,000 അവർ നൽകി ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി ഈ തുക വാങ്ങിയതായും തൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷയെ മുൻനിർത്തിയാണ് ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നതെന്നും ടൈലർ 2022 പ്രസ്താവനയിൽ അന്ന് പറയുകയുണ്ടായി. അതിനുശേഷം 4 മാസം കഴിഞ്ഞാണ് താൻ ഇക്കാര്യം ICCയെ അറിയിച്ചതെന്നും അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയിരുന്നു. പണം വാങ്ങിയെങ്കിലും അതുകൊണ്ട് താൻ ഒരു തരത്തിലും ഒത്തുകളിച്ചിട്ടില്ലെന്നും ടൈലർ അന്ന് കുമ്പസാരം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാണ് ICC അദ്ദേഹത്തെ 3 വർഷത്തോളം വിലക്കിയത്. നീണ്ട 3 വർഷത്തെ വിലക്ക് അവസാനിച്ചതോടെ 2025 ഓഗസ്റ്റിൽ അദ്ദേഹം സിംബാബ്വെ ടീമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അതായത് 40ാമത്തെ വയസ്സിൽ അദ്ദേഹം സിംബാബ്വെ ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. അന്ന് സിംബാബ്വെ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായ അലിസ്റ്റർ കാംബലിന്റെ പിതാവായ ഇയാൻ കാംബലാണ് ടൈലറെ വളർത്തിയത്. ഹരാറയിലെ സെന്റ് ജോൺസ് കോളേജിൽ പഠിച്ചിരുന്ന കൗമാരപ്രായത്തിൽ ദേശീയ പ്രായപരിധിയിലുള്ള ടീമുകൾക്കായി ടൈലർ സ്ഥിരമായി തിരഞ്ഞെടുക്കപ്പെടുകയും 2 അണ്ടർ-19 ലോകകപ്പുകളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു. 2003-2004 ശ്രീലങ്കയ്ക്കെതിരെ 18ാമത്തെ വയസ്സിൽ സിംബാബ്വെയിലെ ടീമിലെ ആ സമയത്ത് സീനിയർ കളിക്കാരൊക്കെയും കൂട്ടത്തോടെ വിട്ടുനിന്നപ്പോൾ ടൈലറിനെ പോലുള്ള ജൂനിയർ താരങ്ങൾ ആ സമയത്ത് ടീമിലെത്തുകയുണ്ടായി. 2004 ഏപ്രിൽ 20 ബുലവായോയിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന മത്സരത്തിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തിയത്. അന്ന് വുസി സിബാൻഡയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തെങ്കിലും അരങ്ങേറ്റ മത്സരത്തിൽ ചാമിന്ദ വാസ് അദ്ദേഹത്തിനെ 0-ന് പുറത്താക്കുകയായിരുന്നു. പിന്നീട് തദേന്ദർ തൈബുവിന്റെ അഭാവത്തെ തുടർന്ന് അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2015 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെന്റിലുടനീളം 6 മത്സരങ്ങളിൽ നിന്നും 72.16 ശരാശരിയിൽ 433 റൺസ് നേടിയ അദ്ദേഹം ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ 4ാമത്തെ കളിക്കാരൻ കൂടിയായിരുന്നു. മുൻകാലങ്ങളിൽ അദ്ദേഹം പാർട്ട് ടൈം ഓഫ് ബ്രേക്ക് ബോളർ എന്ന നിലയിലും അദ്ദേഹം ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്, അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 2007 ആദ്യ ലോകകപ്പ് കളിച്ച അതേ ബ്രണ്ടൻ ടൈലർ ഇപ്പോൾ ഇതാ 2026 ഈ ലോകകപ്പിന് ഇറങ്ങുന്നു എന്നത് ഒരു സവിശേഷമായ കാര്യം തന്നെയാണ്.